സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. മഞ്ഞുമ്മൽ ബോയ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പരാതിയിലായിരുന്നു. അങ്ങനെ പറവ ഫിലിംസിൻ്റെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മുടെ മഞ്ജുമ്മൽ ബോയ്സ് എന്തൊക്കെയായിരുന്നു, 250 കോടി മറ്റേത് മറിച്ചത്, ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഈ പറവ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ പടമാണ് മഞ്ജുമ്മൽ ബോയ്സ്. പറവ ഫിലിംസിൻ്റെ മറ്റേ പാർട്ട്ണർമാർ 2 പേരാണ്. ഒന്ന് സൗബിൻ ഷാഹിർ, പിന്നെ മറ്റേത് ഷോൺ ആൻ്റണി SHAWN ആൻ്റണി എന്നാണ്. തവണ അദ്ദേഹം കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ സഹനിർമ്മാതാവായ ഷോൺ ആന്റണിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അരൂർ സ്വദേശി നൽകിയിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും നേരത്തെ ഇവരെ ചോദ്യം ചെയ്യുകയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വലിയ തുക 7 കോടി രൂപ സിനിമയുടെ നിർമ്മാണത്തിനായി മുടക്കിയാൽ അതിൽ 40% ലാഭവിഹിതം നൽകാമെന്ന് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തുവെന്നാണ് അരൂർ സ്വദേശിയായിരുന്ന സിറാജിന്റെ പരാതി ഉണ്ടായിരുന്നത്. ഈ പരാതിയിന്മേൽ നേരത്തെ തന്നെ പോലീസ് കേസെടുക്കുകയും അതിൽ നിർമ്മാതാക്കൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മഞ്ഞുമ്മൽ ബോയ്സ് കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകളും പറവ വിതരണ കമ്പനികളുടെ അക്കൗണ്ടുകളും കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനെയും ഷോൺ ആന്റണിയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറവ ഫിലിംസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ നിയമോപദേശം ലഭിച്ചത്. 200 കോടി ക്ലബിൽ കടന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വിജയം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടത്. പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ, അതായത് ഈ പറവ ഫിലിംസ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും മുടക്കിയിട്ടില്ല. അതോടൊപ്പം ഈ സിറാജിൽ നിന്നും 7 കോടി രൂപ പണം വാങ്ങിയിട്ടുണ്ട്. അത് തിരികെ നൽകി. സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന് പറയപ്പെടുന്നവർ 1 രൂപ പോലും ഈ സിനിമയ്ക്ക് മുടക്കിയിട്ടില്ല. ഈ സിറാജിനെ പറ്റിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തതെന്നുള്ളൊരു റിപ്പോർട്ട് മരട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഈ സിനിമയുടെ ലാഭമെന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന കണക്കുകളല്ല ശരിക്കുമുള്ളത്. ഇതിന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് നടത്തുന്നത്. അതായത് വിദേശത്ത് ബിസിനസ് അടക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന തുക ഈ സിനിമയുടെ ലാഭമായി കണക്കാക്കി അത് ബിസിനസ്സുകളിലും മറ്റുമായി കള്ളപ്പണമായി നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു തന്ത്രം നടത്തുന്നത്. റെക്കോർഡ് കളക്ഷൻ നേടിയെന്ന അവകാശവാദം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് ഇഡി കണ്ടെത്തുന്നത്. പറവ വിതരണ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിക്കാനാണ് നീക്കം. കേസൊക്കെ റെഡിയാണ്. കേസ് സംഭവം എല്ലാം ഇങ്ങനെ വെടിപ്പാക്കി വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ 7 കോടി രൂപ മേടിച്ചിട്ട് അതിൻ്റെ 40% തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 40% തന്നില്ല, 7 കോടിയും തന്നില്ല, തിരിച്ചു തന്നില്ല. അതാണ് മറ്റേ പരാതിക്കാരൻ കൊടുത്ത പരാതി. പുള്ളി പറഞ്ഞത് അതാണ്. പക്ഷേ ഇതിനകത്ത് 250 കോടിയോളം ലാഭം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ 7 കോടി ഒരു സംഭവമാണോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ സൗബിൻ ഷാഹിർ വല്ലാതെ അങ്ങ് വളരുന്നു, അവനെ അങ്ങനെ വളർത്തണ്ട എന്ന് പറഞ്ഞ് അവനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉള്ള കേസാണ്. അല്ലെങ്കിൽ ഇത് ശരിക്കും ഉള്ള കേസാണ്. സൗബിൻ ഷാഹിറിനെ ദുബായിലും അവിടെ ഇവിടെയും ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള കോൺടാക്റ്റ് വെച്ചിട്ട് പുള്ളി കള്ളപ്പണം മണി ലോണ്ടറിങ് ആണ് സംഭവം. ഈ മണി ലോണ്ടറിങ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണി ലോണ്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ PMLA ആക്ടിൽ കേസെടുത്തു കഴിഞ്ഞാൽ സൗബിൻ ഷാഹിറിനും മറ്റേ ഷോൺ ആൻ്റണിക്കും ബെയിൽ പോലും കിട്ടില്ല. ജാമീൻ കിട്ടാത്ത വകുപ്പാണ് സംഭവം. ഇതേ മണി ലോണ്ടറിങ് ആക്ടിലാണ് നമ്മുടെ കെജ്രിവാളും പിന്നെ സിസോഡിയയും പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിൽ മണി ലോണ്ടറിങ് ഭയങ്കര പ്രശ്നമാണ്. PMLA ആക്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഗൂണ്ടാസ് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പോട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവമുണ്ട്. പണ്ടത്തെ ടെററിസ്റ്റ് രീതിയിലൊക്കെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് ബെയിൽ കിട്ടില്ല. അതുപോലത്തെ ഒരു ആക്ടാണ് PMLA. പക്ഷേ സാധാരണ കാശ് തട്ടിപ്പാണ്, അല്ലാതെ ടെററിസ്റ്റ് ഒന്നല്ല. കാശ് തട്ടിപ്പ് സാധാരണ എന്ന് ഞാൻ പറയാൻ കാരണം കാശ് തട്ടിപ്പ് ചെറിയ പരിപാടിയായെന്നല്ല, കാശ് തട്ടിപ്പ് മോശം പരിപാടിയാണ്, നല്ല പരിപാടിയൊന്നുമല്ല. എന്നാലും ടെററിസ്റ്റിൻ്റെ അത്രയും വരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു കേസിലകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൗബിൻ്റെ കരിയർ തന്നെ മുടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി അങ്ങനെയാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് മാർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തല പൊങ്ങി വരുന്നത് ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊതിക്കളയും പുള്ളി. അത്രയ്ക്കും ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ എന്ന് പറഞ്ഞ് ഊതി കളഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത സിനിമകൾ തുരുതുരാന്ന് പറഞ്ഞിറങ്ങും. കാരണം പുള്ളിയുടെ കുറേ സിനിമകൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്. എല്ലാ സിനിമകളും നല്ല കളക്ഷനാണ്. ഭയങ്കര ഒരു
ഒരു ഹോട്ട് ടോപ്പിക് ഈ സംഭവം ആവാൻ കാരണം തന്നെ അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സാധാരണ ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ഇത്രയും വലിയൊരു ന്യൂസായിട്ട് ഇത് വരില്ല. ഇത് മഞ്ഞുമ്മൽ ബോയ്സ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു ഇത് മഞ്ഞുമ്മേലുള്ള ഒരു ന്യൂസായി പോയത്. അതുകൊണ്ടാണ് മഞ്ഞുമ്മേലാണ് ന്യൂസ്. എന്താണേലും സംഭവം ഭയങ്കര ഡേഞ്ചറസ് സംഭവമാണ്. സൗബിൻ ഷാഹിർ ഒരു നല്ല നടനാണ്, നല്ലൊരു കലാകാരനാണ്, നല്ല പൾസ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സിനിമയിൽ ഏറ്റവും അത്യാവശ്യം. പുള്ളി അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പുള്ളി ഈ ഒരു കേസിൽ അകത്തു പോയാൽ നമുക്കൊക്കെ വലിയ നഷ്ടമാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് നാടിന് ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ പിന്നത്തെ കാര്യമാണ്. നമ്മുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ സിനിമ കാണുന്നു, സിനിമ കൊള്ളാം കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ പറയുകയാണ്. പക്ഷേ ഈ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശരിക്കും കുടുങ്ങിക്കഴിഞ്ഞാൽ കുടുങ്ങിയതാണ്. കുടുങ്ങാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ കുടുങ്ങിയാൽ ഇതുപോലത്തെ കേസിൽ നിന്നൊക്കെ പുറത്ത് വരാൻ ഒരു 50,000 രൂപ 2 ലക്ഷം രൂപ തട്ടിപ്പ് കാണിച്ചാൽ തന്നെ ഇതുപോലത്തെ കേസിൽ നിന്നൊക്കെ പുറത്ത് വരുന്നത് ഭയങ്കര പാടാണ്. അതാണ് നമ്മുടെ നിയമം. അതുകൊണ്ട് ഇത് കേസ് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷേ ന്യൂസുകാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നാളെ അവർ മാറ്റി പറഞ്ഞു കളയും. ഇതാണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. പുള്ളിക്ക് നല്ലത് വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സിനിമകൾ ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. പക്ഷേ മഞ്ഞുമ്മൽ ബോയ്സ് ഈ പറഞ്ഞ അത്രയും 250 കോടിയൊന്നും അടിച്ചെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇനിയിപ്പോൾ പ്രേമലു പോലത്തെ മറ്റ് സിനിമകളും ഇത് ഈ അന്വേഷണം നീളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഇറങ്ങിയ പടങ്ങളുടെയൊക്കെ, അതായത് ഭയങ്കരമായിട്ട് വിജയിച്ചു എന്ന് പറയുന്ന പടങ്ങളുടെയൊക്കെ മറ്റേ ടിക്കറ്റും കാര്യങ്ങളും അതും ഇതൊക്കെ എടുത്ത് ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ED ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ചെയ്യും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. എന്താണേലും ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ചെയ്യുന്നത് മോശപ്പെട്ട പരിപാടിയാണ്. പുള്ളിക്കാകെ വിഷമമൊക്കെ കാണും ഇത് കണ്ടപ്പോൾ. ഈ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴാണല്ലോ അറിഞ്ഞത്. പുള്ളി ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണേലും എന്ത് പറയാനാ, ഇങ്ങനെ സംഭവിച്ചു. എന്താണേലും നോക്കാം. സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ.